ഹലോ, കടുക് മണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത്. അമ്മയുടെ ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത്. അതിനായി ഉള്ളി വഴറ്റുകയാണ് ചെയ്യുന്നത്. ഉള്ളി വഴറ്റുമ്പോൾ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം കൂടി ഇട്ട് നന്നായി ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് ബ്രൗൺ നിറമാകുന്നത് വരെ അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നുണ്ട്. അതുവരെ നന്നായി വഴറ്റുന്നുണ്ട്. ഇതിൽ അമ്മ തക്കാളി ചേർക്കുന്നില്ല. തക്കാളി ചേർക്കാതെയാണ് ചിക്കൻ കറി വെക്കുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ഉള്ളിയൊക്കെ വഴറ്റുന്നുണ്ട്. ഇനി അതിലേക്ക് മസാലപ്പൊടികളാണ് ചേർക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ഉള്ളിയുടെ പച്ചമണമൊക്കെ മാറുന്നുണ്ട്. ഇനി അതിലേക്ക് മസാലപ്പൊടികളാണ് ചേർക്കേണ്ടത്. ഇതിൽ തക്കാളി ചേർക്കാതെ വെക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക രുചിയായിരിക്കും ചിക്കൻ കറിക്ക്. നമുക്കിനി മസാലകൾ എന്തൊക്കെ ഇടുന്നതെന്ന് നോക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. പൊടിയിടുമ്പോൾ തന്നെ അമ്മ അതിൽ നന്നായി ഇളക്കിയെടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് അടിയിൽ പിടിക്കും. അപ്പോൾ മുളക് പൊടി ഇട്ട് നന്നായി ഇളക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ചിക്കൻ മസാലയാണ് ഇടുന്നത്. ഇങ്ങനെ ചിക്കൻ മസാല കുറച്ചിട്ട് നന്നായി വഴറ്റുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല സ്മെല്ല് വരുന്നത് വരെ നമുക്ക് വഴറ്റാവുന്നതാണ്. പിന്നെ നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കിയെടുക്കണം. നന്നായി മിക്സാക്കി എടുത്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അങ്ങനെ കുറച്ച് വെള്ളവും ഒഴിച്ച് നമ്മുടെ ചിക്കൻ വേകാൻ വെച്ച് കുറച്ച് വെള്ളം മാത്രമേ ചിക്കനിലേക്ക് ഒഴിക്കാവൂ. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡിയായി വന്നിരിക്കുകയാണ്. അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടാൽ ചിക്കൻ റെഡിയായി. നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ കറിക്ക്. എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ ഇന്നലെ ഇച്ചുവിൻ്റെയും യാദുവിൻ്റെയും ക്രിസ്മസ് ആഘോഷമായിരുന്നു. രണ്ടാളും കേക്ക് മുറിച്ച് ആഘോഷിക്കുകയാണ്. ഞങ്ങളുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് വീഡിയോയിലൂടെ ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റുകൾ അറിയിക്കണം. പുതിയ വീഡിയോയുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ ബായ്.